ഇന്നത്തെ പുണ്യമാക്കപ്പെട്ട ഈ മജ്‌ലിസിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു 6 കാര്യങ്ങളുണ്ട്. 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 6 ദിക്റുകളാണ്. ദിക്റുകളും സ്വലവാത്തുകളും കൊണ്ട് കോർത്തിണക്കപ്പെട്ട 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ 6 കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ മജ്‌ലിസിൽ നമ്മൾ ദുആ ചെയ്യും. ഈ 6 കാര്യങ്ങളും റബ്ബിനോട് നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്യും. ഒരുമിച്ച് കുറച്ചെണ്ണം ഒരു 10, 15, 20 എണ്ണം നമ്മൾ എന്ത് ചെയ്യും, ചൊല്ലും. ഓരോന്നും ചൊല്ലും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് സമയം വളരെ കുറവാണ്, നമുക്കറിയാം. 12 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ മജ്‌ലിസ് അവസാനിപ്പിക്കും. ചെറിയ ദുആയോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുമിച്ച് നമുക്ക് ചൊല്ലാം, അതുപോലെ നമുക്ക് പഠിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ എല്ലാ ദിവസവും ഈ വൈകുന്നേരം നമ്മുടെ ചാനലിലേക്ക് കടന്നു വരുന്ന ക്ലാസ്സിൻ്റെ ഉപകാരം അതുതന്നെയാണ്. അള്ളാഹു നമ്മളെയൊക്കെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, ദുആ വസിയത്തുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ റബ്ബ് ഹാസിലാക്കി തരാൻ കാരണമാകുന്ന ഒരു 6 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലിയാലോ? ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെയും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങൾ, പാതകങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗങ്ങളെല്ലാം അല്ലാഹു അവൻ്റെ മഹൽ ഫളൽ കൊണ്ട് ഷിഫയാക്കി തരട്ടെ. ജീവിതങ്ങളിൽ സന്തോഷം മാത്രം അല്ലാഹു തരട്ടെ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹ സഫലീകരണം അല്ലാഹു സുബ്ഹാനഹു വതആല നേടിത്തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു 6 ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം നമ്മൾ അത് ഒരുമിച്ച് ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓരോന്നും പറയുന്നതോടൊപ്പം തന്നെ അത് നമ്മൾ ഓരോന്നും കുറച്ച് പ്രാവശ്യം ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒരുമിച്ച് ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, വെറുതെ ഇരിക്കുകയല്ലേ, ഒരുമിച്ച് ചൊല്ലാമല്ലോ. ഒരുമിച്ച് ചൊല്ലുമ്പോൾ വലിയ കൂലി അല്ലാഹു സുബ്ഹാനഹു തആല തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് നമുക്ക് ചൊല്ലാം. ഒന്നാമത്തെ ദിക്ർ ഇസ്തിഗ്ഫാറാണ്. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ദിക്ർ ഇസ്തിഗ്ഫാറാണ്, അറിയാം. ഈ ഇസ്തിഗ്ഫാറിന് വലിയ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല വെച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മുടെ സമ്പത്ത്, സന്താനങ്ങൾ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം അല്ലാഹു ഏറ്റെടുത്ത് നടത്തി തരും. പ്രയാസങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരും. പ്രശ്നങ്ങളൊക്കെ പടച്ച തമ്പുരാൻ പരിപൂർണമായും എല്ലാം അല്ലാഹു തആല നടത്തി തരും. പ്രശ്നങ്ങളൊക്കെ നീക്കി തരുന്നതാണ് ജീവിതത്തിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇസ്തിഗ്ഫാർ തന്നെ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് ചൊല്ലുമ്പോഴേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നമ്മുടെ പാപങ്ങളൊന്ന് കൊണ്ടുവരണം. നമ്മുടെ പാതകങ്ങൾ കൊണ്ടുവന്നിട്ട് അല്ലാഹു നീ പുറത്തു തരണേ എന്നുള്ള ഒരു നിയ്യത്തിൽ ഇത് ചൊല്ലണം. അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. അല്ലാഹു നീ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അടുത്തതായി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഒരു തസ്ബീഹാണ്. ഈ തസ്ബീഹ് നമുക്കൊക്കെ അറിയുന്നതാണ്. ഈ തസ്ബീഹിന് വലിയ പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ. തസ്ബീഹ് നിരന്തരമാക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിൻ്റെ മുറാദ് അല്ലാഹു തആല ഹാസിലാക്കി തരും. അതുപോലെ ഒരുപാട് വണ്ണമറ്റ പ്രതിഫലങ്ങളുണ്ട്. ഈ പറയുന്ന ഓരോന്നിനും ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നും പറയാൻ സമയമില്ല, നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر. അടുത്തതായിട്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന അടുത്തൊരു ദിക്റാണ് ആഗ്രഹ സഫലീകരണം. ഇതൊക്കെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഏതാണ് അടുത്ത മൂന്നാമത്തെ ദിക്ർ? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ما شاء الله لا قوة إلا بالله 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 ما شاء الله لا قوة إلا بالله. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത നാലാമത്തത് ഒരു സ്വലാത്താണ്. സ്വലാത്തിൻ്റെ കൂലിയൊക്കെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് തരുന്നത്? 10 നന്മ ആ മനുഷ്യന്റെ പേരിൽ അപ്പം തന്നെ രേഖപ്പെടുത്താണ്. മറ്റു ചെല്ലുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ചെക്ക് ചെയ്യും. പക്ഷേ സ്വലാത്ത് നേരിട്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും. അതാണ് സ്വലാത്തിന്റെ പ്രതിഫലം. അപ്പോൾ അടുത്ത നമ്മളൊരു സ്വലാത്താണ് ചൊല്ലാൻ വേണ്ടി പോകുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അടുത്തതായി നമ്മളൊരു ദിക്റാണ് ചൊല്ലുന്നത്. വലിയ കൂലിയാണ്. നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാം അഫ്ളലു ദിക്റാണ്. അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. لا إله إلا الله الملك الحق المبين. 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 لا إله إلا الله ملك الحق المبين. لا إله إلا الله الملك الحق المبين. لا إله إلا الله الملك الحق المبين. لا إله إلا الله الملك الحق المبين. അള്ളാഹു നമ്മൾ ചൊല്ലിയതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പം 5 കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ 5 കാര്യങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലിയതിന് പകരം അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6ാമത്തെ കാര്യം, ഈ 6ാമത്തെ കാര്യം ഉണ്ടല്ലോ, വലിയ ഇമ്പോർട്ടൻ്റ് ആയ ദിക്റാണ്. ഈ ദിക്ർ തസ്ബീഹ് എന്ന് പറയുന്നത് നമ്മുടെ മീസാനിൽ നമ്മിലേക്ക് വലിയ ഭാരം തോന്നിപ്പിക്കും. അള്ളാഹു തആല നന്മയുടെ ഭാഗത്ത് ഭയങ്കരമായ ഭാരം അധികരിപ്പിച്ചു തരുന്ന സുന്ദരമായിട്ടുള്ള ഒരു തസ്ബീഹാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العليم بحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم بحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم بحمده أستغفر الله. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനോട് ദുആ, ചെറിയൊരു ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മുറാഹിമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സിലും ആരോഗ്യത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മൺമറഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹ്. അവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരോട് കരുണ കാണിക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ഇന്നത്തെ മജ്‌ലിസിലും അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ സകല മജ്‌ലിസുകളിലും കമന്റ് സെക്ഷനുകളിലുമൊക്കെയായി ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്. അവരുടെ വേദനകൾക്ക് അറുതി വരുത്തണേ അല്ലാഹ്. നിങ്ങളുടെയൊക്കെ ആഖിബത്തുകൾ നന്നാക്കണേ അല്ലാഹ്. മാരകമായ ഭീകരമായ രോഗങ്ങൾ തന്നെ നിങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ദുആഇനെ നീ പരിപൂർണമായും സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് അല്ലാഹ്. ഒരു കാര്യം പോലും നീ തിരിച്ച് ഞങ്ങളിലേക്ക് വിടല്ലേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈകൽ മസ്വീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.